മലയാള സിനിമയിൽ മാസിയായിട്ടുള്ള ഡയലോഗുണ്ട്, ക്ലാസി ആയിട്ട് ഡയലോഗുണ്ട്, കോമഡി ആയിട്ടുള്ള ഡയലോഗുണ്ട്. അങ്ങനെ മലയാള സിനിമയിലെ ഐക്കോണിക് ആയിട്ടുള്ള 5 ഡയലോഗ്സിൻ്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ദാസനും വിജയനും എന്ന് പറഞ്ഞ കഥാപാത്രം മലയാള സിനിമയിലെ ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു ട്രയോളജിയിലെ മൂന്നാമത്തെ സിനിമയാണ് അക്കരെ അക്കരെ എന്ന് പറയുന്നത്. ആ ഒരു സിനിമ പോകുന്നത് തന്നെ രസമാണ്. അതിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഡയലോഗ്, ഇപ്പോഴും ഹിറ്റായിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആ ഒരു ഡയലോഗ്. അതായത് അവർ അമേരിക്കയിലേക്ക് പോകുന്ന രംഗത്ത് ആ ഒരു വരുന്ന ആളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് ഭാഷയാണ് സാധനം കയ്യിലുണ്ടോ എന്ന് പറയുന്നത്. അത് എത്ര ഗംഭീരമായിട്ടാണ് ശ്രീനിവാസനും മോഹൻലാലും ആ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നും ഈ വരുന്ന തലമുറയിലും ആ ഒരു ഡയലോഗിന് ഭയങ്കരമായ ഒരു പ്രസക്തിയുണ്ട്. മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് പഞ്ചാബി ഹൗസ് എന്ന് പറയുന്നത്. ആ ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ രസമാണ്. ഭയങ്കരമായ ഒരു ഇമോഷണൽ സീനിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒരു കോമഡിയുടെ ഒരു കളർഫുൾ കോമഡി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരുപാട് ഹിറ്റ് ഡയലോഗ്സ് ഉണ്ട്. അതിലേറ്റവും ഗംഭീരമായിട്ടൊരു ഡയലോഗുണ്ട്, അരേ സോണിയ പോന്നോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ്. അതായത് രമണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഹരിശ്രീ അശോകനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രമണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഗോതയിലേക്ക് വരുന്നു പറഞ്ഞ ആ ഒരു സീനുണ്ട്. ആ ഒരു സീനിൽ സോണിയ എന്ന് പറയുമ്പോൾ ആ രമണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഉദ്ദേശിക്കുന്ന ഒരു പെൺകുട്ടിയാണല്ലോ എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിന് ബേസ് ചെയ്താണ് ആ ഒരു ഡയലോഗിൽ പറയുന്നത്. അപ്പം ആ ഈസിയായിട്ട് ഒരാളെ കീഴ്പ്പെടുത്താമെന്ന രീതിയിൽ ചിന്തിക്കുന്നത് രമണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഹാസ്യമായി കൊണ്ടുവന്ന ആ ഡയലോഗ് എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴും ട്രെൻഡ് സെറ്ററായിട്ട് ഒരു ഡയലോഗാണ് ആ കഥാപാത്രവും ഈ ഒരു ഡയലോഗും. മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് യോധ എന്ന് പറയുന്നത്. മോഹൻലാൽ, ജഗതി ആ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ഏറ്റവും മനോഹരമായ സിനിമകളിലൊന്നാണ് യോധ എന്ന് പറയുന്നത്. യോധയിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. എങ്കിലും ഏറ്റവും മനോഹരമായ ഡയലോഗ് എന്ന് പറയുന്നത്, അതായത് അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം അശോകനെ ചെസ് മത്സരത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സീനിലും അപ്പുക്കുട്ടൻ്റെ അമ്മ വന്ന് പാല് കലക്കി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ജഗതി ചേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, കലകിയില്ല എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൂടെ മിന്നി മറയുന്ന ഭാവങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിരാശ തോന്നുകയും അല്ലെങ്കിൽ അത് കുറച്ച് സ്ലൈറ്റായിട്ടൊരു ദേഷ്യം വരുന്ന അങ്ങനെ എല്ലാ ഇമോഷൻസും കണക്ട് ചെയ്ത് ആ ഒരു ഡയലോഗ് പറയുന്നത് ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഡയലോഗ് എന്ന് പറയുന്നത് കലങ്ങിയില്ല എന്ന് പറഞ്ഞ ഡയലോഗ് തന്നെയായിരിക്കും. മോളിവുഡിലെ മറ്റൊരു ട്രെൻഡ് സെറ്ററായ സിനിമയാണ് ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്നത്. സിനിമയിലും ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഡയലോഗ്സും ഉണ്ട്. അതിലെ ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ്, ഇന്നും ട്രെൻഡിങ് ആവുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ് എന്ന് പറയുന്നത് തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ഇപ്പോഴും ട്രെൻഡിങ് ആവുന്നത്. അതായത് ആ ഒരു കഥാപാത്രങ്ങളൊക്കെ എല്ലാം ഒരു അപകടം പറ്റുമ്പോൾ ആദ്യം ആ ഇൻട്രോയിൽ തന്നെ ജഗദീഷൻ്റെ കഥാപാത്രമാണ് ആദ്യം പറയുന്നത് തോമസ് കുട്ടി വിട്ടോട എന്ന് പറയുന്ന ഒരു സീനിൽ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഡീപ്നെസ് കൃത്യമായി കാണിക്കുന്ന ഒരു ഡയലോഗാണ് അത് തന്നെ. അത് ഹാസ്യമായിട്ട് തന്നെയാണ് എപ്പോഴും പോകുന്നത്. അപ്പം മറ്റൊരു ട്രെൻഡ് സെറ്ററായ ഡയലോഗായിരുന്നു തോമസ് കുട്ടി വിട്ടോള എന്ന് പറയുന്നത്. ഡയലോഗുകൾ ഇഷ്ടം പോലെയുള്ള ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത്. മോഹൻലാലിൻ്റെ എല്ലാ സിനിമയിലും എന്തെങ്കിലും ഒരു മാസി ക്ലാസിക് ഡയലോഗ്സ് ആണ്. അങ്ങനെയുള്ള ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു ഡയലോഗാണ് സവാരി ഗിരിഗിരി എന്ന് പറയുന്നത്. അതായത് ദേവാസുരത്തിൻ്റെ സെക്കൻഡ് പാർട്ടായ രാവണപ്രഭുവിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, സവാരി ഗിരിഗിരി എന്ന് പറയുന്നത്. അത് ഇന്നും ട്രെൻഡിങ് ആണ്. ക്യാമ്പസുകളിൽ ആ ഒരു ഡയലോഗ് വെച്ചാണ് പോസ്റ്റേഴ്സ് ഒക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനോഹരമായിട്ടാണ് ലാലേട്ടാണ് അത് പറയുന്നത്. സവാരി ഗിരിഗിരി എന്ന് പറയുന്ന ആ ഒരു രാവണപ്രഭുവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും അത് കേൾക്കുന്ന ഓഡിയൻസിന് ഒരു മോശം അനുഭവം തരാത്ത രീതി മാസ്സായിട്ടും ക്ലാസ് ആയിട്ടുമാണ് ആ ഡയലോഗ് ലാലേട്ടൻ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടോപ്പ് 5 ഡയലോഗ്സിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്.